ജീവൻ രക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്തവർ, സ്നേഹവും കരുതലും നൽകേണ്ടവർ, അതേ കൈകളാൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത ക്രൂരമായ സംഭവങ്ങളാണ് അർജന്റീനയിലും ബ്രസീലിലും നടക്കുന്നത്. ഈ കേസുകൾ മനുഷ്യന്റെ മനസ്സിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ചും ആരോഗ്യരംഗത്ത് വിശ്വസനീയമായ, അതായത് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. അതുപോലെ തന്നെ ഭയക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ഇത് കുറിക്കുന്നത്. അർജന്റീന, അതായത് ബ്രണ്ട സിസിലിയ അഗ്യൂറോ നിശബ്ദനായ കൊലയാളി അർജന്റീനയിലെ കോർഡോബ പ്രവിശ്യയിലെ സാന്താ മരിയ പ്രസവാശുപത്രിയിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടക്കുന്നത്. ബ്രണ്ട സിസിലിയ അഗ്യൂറോ എന്ന 27 വയസ്സുകാരി നഴ്സാണ് ഈ ക്രൂരകൃത്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2022 മാർച്ച് മുതൽ ജൂൺ വരെയുള്ള ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആരോഗ്യമുള്ള 5 നവജാത ശിശുക്കളെ ഇവർ കൊലപ്പെടുത്തുകയും 8 പേരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. കൊലപാതകത്തിന്റെ രീതി അതീവ ഭീകരമായിരുന്നു. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കൂടിയ അളവിൽ ഇൻസുലിനും പൊട്ടാസ്യവും കുത്തിവെച്ചാണ് അവർ ജീവനെടുത്തത്. ഈ രാസവസ്തുക്കൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അതിവേഗം പ്രതിപ്രവർത്തിക്കുകയും ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ചെയ്യും. പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ വ്യക്തമാക്കിയതാണിത്. ഇവർ ആരും കാണാതെ അടിയന്തര മെഡിക്കൽ കാർഡുകളിൽ നിന്നും ഈ മരുന്നുകളുടെ ഡോസുകൾ എടുത്തു എന്നാണ്. ആശുപത്രിയിലെ സുരക്ഷാ സംവിധാനങ്ങളെയും ജീവനക്കാരുടെയും ശ്രദ്ധയെയും മറികടന്നാണ് ഇവർ ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. അതാണ് എല്ലാവരെയും ഞെട്ടിച്ചുമിരിക്കുന്നത്. ആരോഗ്യത്തോടെ ജനിച്ച കുഞ്ഞുങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ തുടർച്ചയായി മരിക്കുന്നത് ആശുപത്രി അധികൃതരിൽ സംശയമുളവാക്കിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഇത്തരം മരണങ്ങൾ ആഴത്തിലുള്ള അന്വേഷണത്തിന് വഴിയൊരുക്കുകയാണ്. പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളെ പരിചരിച്ചിരുന്ന നഴ്സുമാരിൽ ഒരാളായിരുന്ന ബ്രണ്ട സിസിലിയ അഗ്യൂറോയിലേക്ക് സംശയത്തിന്റെ നിഴൽ നീണ്ടുപോയി. നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയതാണ് കേസിന്റെ വഴിത്തിരിവിന് കാരണമായത്. ഈ കേസിൽ കോർഡോബ ക്രിമിനൽ കോടതി ബ്രണ്ട സിസിലിയ അഗ്യൂറോയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ 35 വർഷം തടവ് പൂർത്തിയാക്കുന്നത് വരെ അവർക്ക് പരോളിന് അർഹതയുണ്ടാകില്ല എന്നും കോടതി കർശനമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ല എന്നാണ് വിധിന്യായത്തിൽ ജഡ്ജി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിധി രാജ്യത്തെ പൊതുജനങ്ങൾക്ക് നീതിയുടെ പ്രതീതിയായി നൽകിയിരിക്കുകയാണ്. അർജന്റീനയിലെ സംഭവത്തിന് സമാനമായ ബ്രിട്ടനെ നടുക്കിയ മറ്റൊരു കേസായിരുന്നു ലൂസി എന്ന നഴ്സിന്റേത്. കൗണ്ടസ് ഓഫ് ചെസ്റ്റർ എന്ന ആശുപത്രിയിൽ 2015 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഇവർ 7 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തുകയും 6 കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ലൂസിയുടെ ക്രൂരമായ കൊലപാതകം അതിന്റെ വ്യാപ്തി ഞെട്ടിക്കുന്നതുമാണ്. ഒരു ദിവസത്തിൽ താഴെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലും ഇവരുടെ ഇരയായി മാറിയിട്ടുണ്ട്. ഒരേ പ്രസവത്തിൽ ജനിച്ച 2 സഹോദരങ്ങളെയും ഒരു ദിവസത്തെ ഇടവേളയിൽ ലൂസി കൊലപ്പെടുത്തി എന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം. ഈ കേസിൽ നടക്കുന്ന വിവരത്തിൽ ഒന്നുകൂടിയാണിത്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അമിതമായി വായു കുത്തിവെച്ച്, അല്ലെങ്കിൽ അമിതമായി പാൽ നൽകി ശ്വാസം മുട്ടിച്ച്, അല്ലെങ്കിൽ ഇൻസുലിൻ കുത്തിവെച്ച് ആയിരുന്നു ഇവർ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിരുന്നത്. അന്വേഷണവും നീണ്ട നിയമ പോരാട്ടവുമാണ് പിന്നീട് സംഭവിച്ചത്. ആശുപത്രിയിൽ കുഞ്ഞുങ്ങളുടെ തുടർച്ചയായ ദുരൂഹ മരണങ്ങൾ ഡോക്ടർമാരിൽ സംശയമുളവാക്കി. ഇന്ത്യൻ വംശജയായ ഡോക്ടർ രവി ജയറാം അടക്കമുള്ളവർ ചില ഡോക്ടർമാരും ഈ മരണത്തിൽ അസ്വാഭാവികത തിരിച്ചറിഞ്ഞു. അവരുടെ നിരന്തരമായ ഇടപെടലുകളും ആവശ്യപ്പെടലുകളും ഒരു വലിയ പോലീസ് അന്വേഷണത്തിലേക്ക് വഴിയൊരുക്കുകയാണ്. ലൂസിയെ 2 തവണ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ അന്ന് കുറ്റം ചുമത്തിയിരുന്നില്ല. ലൂസി വളരെ സൂക്ഷ്മതയോടെയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില വഷളാകുമ്പോൾ സഹപ്രവർത്തകരെ ആദ്യം അറിയിക്കുന്നതും പിന്നീട് ദുഃഖം അഭിനയിക്കുന്നതും അവർ തന്നെയായിരുന്നു. അതൊരു പതിവ് രീതി തന്നെയായിരുന്നു. ഇതാണ് അവരിലേക്കുള്ള സംശയം ഉളവാക്കിയത്. ഈ സംശയം തോന്നിയതാണ് പിന്നീട് കേസിന്റെ വഴിയും മാറ്റിമറിച്ചത്. എന്നാൽ ഡോക്ടർമാരുടെ നിതാന്ത പരിശ്രമവും പോലീസിന്റെ ആഴത്തിലുള്ള അന്വേഷണവും ഒടുവിൽ ഫലം കണ്ടു. 2020 ലൂസി വീണ്ടും അറസ്റ്റിലാവുകയും ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തപ്പെടുകയും ചെയ്തു. ഇവരുടെ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ ആശുപത്രി രേഖകളും അതുപോലെ തന്നെ താൻ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് എഴുതി ഞെട്ടിപ്പിച്ച ചില കുറിപ്പുകളും പോലീസ് കണ്ടെത്തി. ഇത് കേസിൽ നിർണായകമായൊരു തെളിവായി മാറുകയായിരുന്നു. ലൂസി കൊലപാതക കേസുകളിൽ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. 2023 ഇവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഈ ശിക്ഷയിൽ
പരോളിൽ അർഹത അല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ബ്രിട്ടനിലെ നിയമചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ശിക്ഷാവിധികളിൽ ഒന്നായി ഇത് രേഖപ്പെടുത്തി. ഈ രണ്ട് സംഭവങ്ങളും ആരോഗ്യരംഗത്തെ സുരക്ഷാ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ജീവനക്കാരുടെ മാനസികാരോഗ്യത്തെയും നിയമ സംവിധാനങ്ങളെയും കുറിച്ച് ഗൗരവമായ ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇത്തരം ദുരൂഹതകൾ ഭാവിയിൽ ഒഴിവാക്കാൻ സാമൂഹികവും നിയമപരവുമായ തലങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികൾ ആവശ്യമാണ്.